കൽക്കി 2898 AD. അപ്പോൾ ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നാളെ റിലീസാകാൻ പോവുകയാണ്. നമുക്കറിയാം നാഗേഷ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു 5 വർഷത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് നാളെ സിനിമയിൽ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ വിസ്മയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൽക്കി കാണാൻ പോകുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ് കൽക്കി? അത് കൽക്കി എന്ന് പറഞ്ഞ സിനിമ മഹാഭാരതത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കൽക്കിയെ പറ്റി സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് ഫാക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാര്യം വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫാക്റ്റ് കണക്ട് ചെയ്ത് മനസ്സിലാകത്തുള്ളൂ. അപ്പം കൂടുതൽ ഇൻട്രോ ഒന്നും പറഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കൽക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, 10ാമത്തെ അവതാരമാണ് കൽക്കി എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്കൊരു 4 യുഗങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. 4 യുഗമുണ്ട്. സത്യയുഗം, ത്രേതയുഗം, ദ്വാപരയുഗം ആൻഡ് കലിയുഗം. ഇങ്ങനെ 4 യുഗമുണ്ട്. അപ്പോൾ ഈ 4 യുഗങ്ങൾ കൂടി മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ വരുന്നുണ്ട്. ഈ അവതാരങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഈവിളായിട്ടുള്ളവരെല്ലാം ഉന്മൂലനം ചെയ്ത് നമ്മുടെ ലോകത്തിനെ ബാലൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു യുഗം എടുക്കുകയാണെങ്കിൽ സത്യയുഗം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതുപോലെ ത്രേതായുഗം എടുക്കുകയാണെങ്കിൽ വാമൻ, പരശുരാമൻ, രാമൻ. ദ്വാപരയുഗം എടുക്കുകയാണെങ്കിൽ ബലരാമൻ, ശ്രീകൃഷ്ണൻ. ആൻഡ് കലിയുഗം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൽക്കി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ദ്വാപരയുഗം കഴിഞ്ഞിട്ട് നമ്മുടെ കലിയുഗത്തിലെ അവതാരമാണ് കൽക്കി എന്ന് പറയുന്നത്. അപ്പം കൽക്കിക്ക് പ്രത്യേകിച്ച് ഒരു രൂപമോ ഭാവമോ ഒന്നുമില്ല. അതായത് കൽക്കിക്ക് ആരുടെ രൂപം വേണമെങ്കിലും എടുക്കാം, അങ്ങനെയാണ് പറയുന്നത്. ഇതെല്ലാം ഒരു മിത്തിലാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൽക്കി അപ്പോൾ ഇതാണ് കൽക്കി എന്ന് പറയുന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കൽക്കി അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറുണ്ട്, നമ്മൾ അമിതാഭ് ബച്ചൻ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് അശ്വത്ഥാമാവ്? ഈ അശ്വത്ഥാമാവ് അറിയണമെങ്കിൽ മഹാഭാരതത്തിൻ്റെ നമ്മുടെ അവസാന പോർഷൻ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മഹാഭാരതത്തിൻ്റെ യുദ്ധം കഴിഞ്ഞു, പോർഷനെ. അങ്ങനെ പാണ്ഡവർ നമ്മുടെ കൗരവരെ എല്ലാം ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ അശ്വത്ഥാമ മാത്രമേ ഉള്ളൂ, കാരണം അദ്ദേഹം ചിരഞ്ജീവിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും പേരെ കൊന്നതല്ല, എനിക്ക് പകരം വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരെ കൊല്ലും. ആ കൊല്ലുന്നത് പാണ്ഡവരുടെ മക്കളെയായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് പാണ്ഡവർ അശ്വത്ഥാമാവിനെ കൊല്ലാൻ വേണ്ടി തിരിച്ചു വരുന്നു. അശ്വത്ഥാമ ഉടനെ എന്തുപോയി, നിങ്ങൾ മരിച്ചില്ല എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഉടനെ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട്. ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ ലോക്കൽ അസ്ത്രമൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ രാജ്യങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺ പോലെ എല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ളൊരു സാധനം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരുടെയും കയ്യിലില്ല, കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. ഒരു 9 പേരുടെ കയ്യിലേ ഉള്ളൂ. ആ 9-ൽ ഒരാളാണ് അശ്വത്ഥാമ. ബാക്കി ആൾക്കാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ. അർജുനനുണ്ട്, കർണൻ്റെ ഉണ്ടായിരുന്നു, ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു. അതുപോലെ ദ്രോണരുടെ ഉണ്ടായിരുന്നു, ഭീഷ്മരുടെ ഉണ്ടായിരുന്നു. അതുപോലെ പരശുരാമൻ്റെ ഉണ്ടായിരുന്നു, രാമൻ്റെ ഉണ്ടായിരുന്നു, ലക്ഷ്മണൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാവണൻ്റെ മകനായ മേഘനാഥൻ്റെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേർക്കാണ് ഈ ഒരു ബ്രഹ്മാസ്ത്രം എന്നുള്ളത്. അപ്പോൾ എന്തോ ഇത് അശ്വത്ഥാമ ഈ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചു. വേറെ ചുമ്മാ പ്രയോഗിച്ചതല്ല, നമ്മുടെ അർജുനൻ്റെ മോനായ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ കൂടെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പ്രയോഗിക്കും. ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ വന്നിട്ട് പറയും, ആ ബ്രഹ്മാസ്ത്രം നിങ്ങൾ പിൻവലിക്കണം എന്ന് പറയും. അപ്പം ഈ ടൈമിൽ തന്നെ നമ്മുടെ അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട്, കാര്യം ഇത് ക്ലാഷ് കളയാൻ വേണ്ടി. അപ്പോൾ അർജുനൻ അത് പിൻവലിക്കും, നമ്മുടെ അശ്വത്ഥാമ അത് പിൻവലിക്കുന്നില്ല. ഇത് നേരെ എന്ന് ഉത്തരയുടെ ഗർഭത്തിൽ വന്ന് ആ കുഞ്ഞിനെ അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഉടനെ ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ നമ്മുടെ സുദർശന ചക്രം അശ്വത്ഥാമാവിനെ പ്രയോഗിക്കും. അങ്ങനെ ഈ അശ്വത്ഥാമാവിൻ്റെ ഒരു നെറ്റി നോക്കുവാണെങ്കിൽ അവിടെ ഒരു ചൂടാമണിയുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ട്രെയിലറിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ നെറ്റിയിൽ ഒരു ചൂടാമണിയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അജയ്യനാണ്. അപ്പോൾ ഈ സുദർശനവർക്കും വന്ന് തട്ടുമ്പോൾ ഈ ചൂടാമണി പോകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പവർ കംപ്ലീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ശപിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അമരത്തിനായിട്ട് നിൽക്കും, അതുപോലെ തന്നെ പക്ഷേ നിങ്ങളുടെ ഓരോ അവയവങ്ങളും ദ്രവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മുഖമെല്ലാം മാറി നിങ്ങളെ പഴുത്ത് ദ്രവിച്ച് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അതായത് ആരും നിങ്ങളെ കാണാനോ അടുത്ത് വരാനോ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ശാപം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഉത്തരായ ഗർഭവത്തിലുള്ള കുഞ്ഞിനെ ശ്രീകൃഷ്ണൻ രക്ഷപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹമാണ് പരീക്ഷിത് രാജാവ് എന്ന് പറഞ്ഞ് പിന്നീട് ഫേമസ് ആവുന്നത്. അപ്പം ഇതാണ് അശ്വത്ഥാമാവിന് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അശ്വത്ഥാമാവാണ് നമ്മുടെ കൽക്കിൽ വരുന്ന അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ട്രെയിലർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം ചൂടാമണിയില്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു ലൈറ്റ് പോലെ ചൂടാമണി വരുന്നുണ്ട്. ഈ ചൂടാമണി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പവർ മാറുന്നത്. നമുക്കറിയാം, വണ്ടിയൊക്കെ എടുത്ത് മേലോട്ട് പറക്കുന്നു, എടുത്തെറിയുന്നു, പ്രവാസനം എടുത്തെറിയുന്നു ഒക്കെ ഈ ഒരു ചൂടാമണി കൈ കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് അശ്വത്ഥാമാവും നമ്മുടെ ഈ കൽക്കി എന്ന് പറയുന്ന കണക്ഷൻ, കണ്ണിങ് ഫാക്ടർ. ഭാരതം എൻഡ് ചെയ്ത ടൈമിൽ നിന്ന് മഹാഭാരതത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് മഹാഭാരതത്തിൽ തന്നെ, അതായത് ഈ നമ്മുടെ ത്രേതായുഗം കഴിഞ്ഞിട്ട് കലിയുഗത്തോട് വരുന്നില്ല. അപ്പോൾ ത്രേതായുഗത്തിൽ തന്നെ നമ്മുടെ കലി, അതാണ് മെയിൻ വില്ലൻ, കലി വന്നിട്ടുണ്ട്. അപ്പം കലി അവതരിച്ച് കഴിഞ്ഞാൽ കലിയെ തകർക്കാൻ കൽക്കി വേണം. ഒരു പ്രതിനായകൻ വന്നു കഴിഞ്ഞാൽ ഒരു നായകൻ വേണമല്ലോ എന്നൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ എന്തോ ചെയ്തു, നമ്മുടെ ഓൾറെഡി കലി വന്നിട്ടുണ്ട്, ഇനി കൽക്കി വരണം.
അപ്പോൾ മഹാഭാരതത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്, അതായത് ലോകം അവസാനിക്കും എന്നൊരു കോൺസെപ്റ്റാണ് നാഗേശ്വൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ മഹാഭാരതവും കലിയും നമ്മളൊരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ 2 ട്രെയിലറാണ് ഇതിനോടൊക്കെ റിലീസാവുള്ളത്. ഈ ട്രെയിലർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ 3 വേൾഡ് ഉണ്ട്. കാശി, വാരണാസി അല്ലെങ്കിൽ കോംപ്ലക്സ്, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ശംബാല. ഈ 3 വേൾഡുണ്ട്. ഇപ്പം കാശി അല്ലെങ്കിൽ വാരണാസി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യ സിവിലൈസേഷൻ ഉള്ളെടുത്ത നഗരം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു നഗരമാണ് നമ്മൾ കാശി എന്ന് പറയുന്നത്. അപ്പോൾ കാശി കൂടെ ഗംഗ എന്ന് പറയുന്ന നദിയുണ്ട്. അപ്പോൾ ആ ഗംഗാ നദി തീരത്ത് ആൾക്കാരെല്ലാം വന്ന് കൃഷി ചെയ്തെല്ലാം താമസിക്കാനൊക്കെ ഒരുങ്ങണം. പക്ഷേ പെട്ടെന്ന് ഒരു അറ്റ പോയിന്റിൽ ഈ നദി അങ്ങ് ഡ്രൈ ആയിപ്പോവും, വറ്റിപ്പോവും. പക്ഷേ അതിൽ വേറെ കോൺസെപ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അശ്വത്ഥമാവ് അസ്ത്രം പ്രയോജനത്തിന് ശേഷം ലോകം മൊത്തം വറ്റി വരണ്ടു എന്ന് പോകുമെന്നാണ് വേറെ കോൺസെപ്റ്റും പറയുന്നത്. എന്തായാലും അങ്ങനെ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിലെ പോലെ എന്തായാലും ഈ നദിയൊക്കെ വറ്റി വരണ്ടു, അങ്ങനെ ദാരിദ്ര്യമായി ആൾക്കാർക്ക് പട്ടിണി, ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം വെക്കാൻ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ആ ഒരു കോൺസെപ്റ്റാണ് ബോണ്ടി ഹണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രഭാസിൻ്റെ ഭൈരവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുവാണ്. ഇവരുടെ പരമാവധി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യത്തിൽ നിന്നൊന്ന് രക്ഷ നേടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ലോകം അവരുടെ മുമ്പിലോട്ട് വരുന്നത്. അതായത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് പോലെ ഒരു ലോകം. അപ്പോൾ അതിന് എൻലെസ് ആണ്, സ്കൈയും അങ്ങ് പോവാണ്, അതിൻ്റെ എൻ്റെ എവിടെ നിന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രീനറി ഉണ്ട്, ആഹാരമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു സ്വർഗ്ഗം പോലെയാണ് ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ വീട്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ വീട്ടിലേക്ക് എല്ലാവരും ഈ കാശിയുള്ള ആൾക്കാരെല്ലാം പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഭൈരവയും പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ലോകം എന്ന് പറയുന്നത്. ഈ 3ാമത്തെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ശംബാല എന്ന് പറഞ്ഞത്. ഈ ശംബാലയിൽ ശരിക്കും പറഞ്ഞാൽ അമരത്തനായ ഒരുപാട്, അത് അമാനുഷികരായ ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ ഈ ശംബാലയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കോംപ്ലക്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. അതായത് കോംപ്ലക്സിനെ എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു ആധിപത്യത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു കൂട്ടമാണ് ഈ ഒരു ശംബാലയിലുള്ളത്. ഈ ശംബാലയെ വെച്ചാണ് നമ്മുടെ സും 80 എന്ന് പറയുന്ന നമ്മുടെ ദീപിക പദുകൊണ്ട ക്യാരക്ടർ വരുന്നത്. അത് ഞാൻ ബാക്കി പുറകെ പറയാം. അപ്പോൾ ഈ ഒരു 3 വേൾഡുണ്ട്. അപ്പോൾ ഈ 3 വേൾഡും എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോംപ്ലക്സിലെ ആൾക്കാർ എന്ത് ചെയ്യും, ഈ കോംപ്ലക്സിൽ എത്തണമെങ്കിൽ കുറേ യൂണിറ്റ് വേണം. അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. അപ്പോൾ അത്ര യൂണിറ്റ് കിട്ടിയാൽ മാത്രമേ കോംപ്ലക്സിൽ കിട്ടത്തുള്ളൂ. പക്ഷേ എല്ലാവരും ഈ യൂണിറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ശ്രമിച്ച അവസാനം ഇവരില്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. അതായത് കോംപ്ലക്സിലുള്ളവർ അവരുടെ കൺട്രോളിലാണ് നമ്മുടെ ഈ ഒരു കാശിയിലുള്ള ആൾക്കാരെല്ലാവരും എന്ന് പറയുന്നത്. അവരിങ്ങനെ ഈ ഒരു ജോലി ചെയ്ത അവസാനം അവരുടെ ജീവിതം തന്നെ എൻഡായി പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ ഈ കോംപ്ലക്സിലെ ഗോഡാണ് സുപ്രീം നായിക് എന്ന് പറയുന്നത് നമ്മുടെ കമലഹാസൻ്റെ കഥാപാത്രം എന്ന് പറയും. അപ്പം ഈ 3 വേൾഡുണ്ടല്ലോ. ഇനിയും പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തെ ജനിപ്പിക്കണമല്ലോ, എന്നാൽ മാത്രമല്ല ഈ കഥ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സും 80 എന്ന് പറഞ്ഞാൽ ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടർ ഗർഭിണിയാണ്, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാവുന്ന കുട്ടി കൽക്കിയാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുപോലെ സുപ്രീം നായിക് എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞ കലി എന്ന് പറഞ്ഞ കഥാപാത്രം, അത് നെഗറ്റീവ് ഷെയ്ഡിലുള്ള കലി എന്ന് പറഞ്ഞ കഥാപാത്രമുള്ള സാധ്യതയാണ് കൂടുതലും വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഓൾറെഡി ഈ സിനിമയിൽ ഈ ഒരു ട്രെയിലറിലോ നമ്മുടെ ദുൽഖറിനെയോ വിജയ് ദേവറകൊണ്ടയോ മൃണാൽ താക്കൂറിനെയോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടർ ഏതാണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ ഒരുപക്ഷെ ദുൽഖർ സൽമാനാണോ ഇനി ഈ ദീപിക പദുക്കോണിൽ ജനിച്ചു വീഴുന്ന കുട്ടി, അല്ലെങ്കിൽ കൽക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷേ അവിടെയും ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഭാസിൻ്റെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ പ്രഭാസ് നായിക്കുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. സ്വാഭാവികമായിട്ടും ചില റൂമർ പറയുന്ന ദുൽഖർ മൃണാൽ താക്കൂർ എന്ന് പറയുന്ന ദമ്പതികൾക്കുണ്ടായ മോനാണ് ഭൈരവ എന്ന് പറഞ്ഞ നമ്മുടെ പ്രഭാസിൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ ഓൾറെഡി തന്നെ പ്രഭാസ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കും പ്രഭാസിനോട് മാത്രമേ ഒരു ഇഷ്ടമുള്ളൂ. എങ്ങനെയെങ്കിലും പ്രഭാസിന് ഈ യൂണിറ്റ് സംഭവിച്ച് നേരെ കോംപ്ലക്സിലോട്ട് പോയി ലൈഫ് എൻജോയ് ചെയ്യണം, അതാണ് പ്രഭാസിന്. അതുപോലെ തന്നെ അശ്വത്ഥാമാവും നമ്മുടെ ഈ ഭൈരവി എന്ന് പറഞ്ഞ ക്യാരക്ടർ തമ്മിൽ ഘോര യുദ്ധം നടക്കുന്നു ട്രെയിലറുകളിലെല്ലാം. അതായത് സുമതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അശ്വത്ഥാമാവ് ശ്രമിക്കുക. എനിക്കൊന്നും അങ്ങനെ ശ്രമിക്കുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും ഈ ചൂടാമണി നമുക്ക് അശ്വത്ഥാമാവിൻ്റെ ക്യാരക്ടറിന് കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ പവർ റീഗെയിൻ ചെയ്യുന്നു. അങ്ങനെ ആ പവർ വെച്ചാണ് ഭൈരവയും ഈ അശ്വത്ഥാമാവും നമ്മൾ ഫൈറ്റ് നടക്കുക. എനിക്കൊന്ന് പാർട്ട് 1 മിക്കവാറും അതായിരിക്കും. അതിൻ്റെ എൻഡ് പോർഷനിലാകുമ്പോഴായിരിക്കും കമലഹാസൻ എന്ന് പറഞ്ഞ സുപ്രീം നായക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എമേർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻഡ് ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കൽക്കി ആരെന്നുള്ളതും അല്ലെങ്കിൽ കൽക്കി വരാൻ പോകുന്നതെന്ന് പറയും. ഇനി സെക്കൻഡ് പാർട്ടിലായിരിക്കും ഈ കൽക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ സുപ്രീം നായക് എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ഫൈറ്റും ബാക്കി കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിലായിരിക്കും വരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കോൺസെപ്റ്റിൽ സിമ്പിളായിട്ട് നമ്മുടെ നാഗശ്വൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മഹാഭാരതം കഴിഞ്ഞ് ഇനി മഹാഭാരതത്തിന് ശേഷം ഉണ്ടാകുന്ന ലോകം എങ്ങനെ പോകുന്നു, കാലചക്രം എങ്ങനെ പോകുന്നു, ആ പോകുന്ന കാലം എങ്ങനെ എൻഡ് ചെയ്യുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ പുള്ളി അൾട്ടിമേറ്റ്ലായിട്ട്
ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ ലോകം എൻ്റെ ആയി പോവുകയാണ്, അതായത് അൾട്ടിമേറ്റ്, അതായത് കൽക്കി വരവോടുകൂടി ലോകം അവസാനിക്കുന്ന പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ ഒരു സീക്വലാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നത്. അത് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ തന്നെയാണ് പറയുന്നത്. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ദിവ്യ പതുക്കോൺ അല്ലാതെ ഒരുപാട് ക്യാരക്ടർ, ഇപ്പം പശുപതിയുടെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അന്നാബൻ, ഇവരൊക്കെ ശമ്പാളയിലുള്ള ഫൈറ്റേഴ്സാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 3 വേൾഡും എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഈ 3 വേൾഡ് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്ന അശ്വത്ഥാമൻ്റെ റോൾ കൈകാര്യം ചെയ്യുന്ന അമിതാഭ് ബച്ചനായിരിക്കും. അമിതാഭ് ബച്ചൻ റോളായി. പിന്നെ സെക്കൻഡ് പാർട്ടിലായിരിക്കും കമൽഹാസൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും എനിക്ക് വീണ്ടും സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൈരവ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾറെഡി നമ്മുടെ കൽക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണോ, അല്ലെങ്കിൽ ഈ കൽക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന വേറെ ഏതെങ്കിലും വ്യക്തിയാണോ എന്നുള്ളത്. കാര്യം ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയാണ് കൊണ്ടുപോകുന്നത്. സോ ആർക്ക് വേണമെങ്കിൽ കൽക്കി ആകാം എന്നുള്ളതാണ്. എന്നപോലെ നമ്മുടെ പ്രഭാസ് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ഒരുപാട് ആകാംക്ഷകളുണ്ട് നമ്മുടെ ഈ മിത്ത്. അതായത് നമുക്ക് ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്, നമുക്ക് ഇത്ര ഒരു എപ്പിക് ഉണ്ട്, ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഈ കൽക്കി എന്ന് പറഞ്ഞ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ നാഗശ്വിൻ കാണിച്ച ഒരു ധൈര്യത്തിന് പ്രത്യേക ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടി വരും. എന്തായാലും സിനിമ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നാളെ റിലീസ് ചെയ്യുമ്പോൾ കാണാം. അതിലൊരു കാര്യം ഉറപ്പാണ്, നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും തരുന്നത്. കാരണം 5 കൊല്ലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് എങ്ങനെ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള വ്യക്തമായ പ്ലാനിങ് അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ മഹാഭാരതത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എത്രത്തോളം ആയിരിക്കും. അപ്പം എന്തായാലും നാളെ സിനിമ കാണുമ്പോൾ ഈ ഒരു ഫാക്റ്റും കൂടെ കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൽക്കിയെക്കുറിച്ചുള്ളതായാലും മഹാഭാരതം സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള എല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.